നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. നോക്കാം. 1 mole of the octahedral complex compound CONS3 5 times Cl3 gives 3 moles of ions on dissolution in water. 1 mole of the same complex react with excess of AgNO3 solution to yield 2 moles of AgCl. The structure of the complex is. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് 3 അയോണുകളെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് ഒന്ന്. അപ്പൊ കൗണ്ടർ അയോണിന് പുറമെ, കോംപ്ലക്സ് അയോണിന് പുറമെ 2 അയോണുകൾ കൂടി പ്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് കോംപ്ലക്സിന് പുറത്ത് 2 ക്ലോറിനുകൾ ഉണ്ടായിരിക്കണം. ടോട്ടൽ 3 അയോണുകളല്ലേ, ഒന്ന് കോംപ്ലക്സ് അയോൺ. അപ്പൊ കോംപ്ലക്സിന് പുറത്ത് 2 ക്ലോറിൻ എന്ന് പറയുമ്പോൾ കോംപ്ലക്സിന്റെ ഉള്ളിൽ സെൻട്രൽ ആറ്റമായ കൊബാൾട്ട് ഉണ്ട്, 5 അമോണിയകളുണ്ട്, 1 ക്ലോറിൻ ഉണ്ട്. ഇതായിരിക്കണം നമ്മുടെ കോംപ്ലക്സ് കോമ്പൗണ്ട്. ഇത് കൺഫേം ആക്കാനാണ് നെക്സ്റ്റ് ഡാറ്റ. 1 മോൾ, ഈ കോമ്പൗണ്ടിന്റെ 1 മോൾ നമ്മൾ എടുത്താൽ AgNO3യുമായി റിയാക്ട് ചെയ്ത് 2 മോൾ AgCl പ്രൊഡ്യൂസ് ചെയ്യും. സോ കൺഫേം. കാരണം ഇതിൽ നിന്ന് 2 Cl- അയോണുകൾ പുറത്തേക്ക് വരും. 2 Cl- അയോണുകൾ AgNO3യുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മോൾ AgCl കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. Therefore the right answer is option 1 is the right answer.